റോളിംഗ് ആക്ഷൻ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വി ഡി സതീശൻ ഒരു പ്രസ്താവന നടത്തി. ആത്മവിശ്വാസത്തിൻ്റെതാണ് പ്രസ്താവന. 1 ഡസൻ മന്ത്രിമാർ തോക്കും, പ്ലസ് ഓർ മൈനസ്, ഒന്ന് കൂടുകയോ കുറയും, ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇടത് കൈ വെച്ച പറഞ്ഞു 1 ഡസൻ മന്ത്രിമാർ തോക്കും, എഴുതി വെച്ചോളൂ, പ്ലസ് ഓർ മൈനസ് ഒന്ന് കൂടെ കുറേ ചെയ്യും എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 13 പേര് തോക്കും, അല്ലെങ്കിൽ 11 പേര് തോക്കും, അല്ലെങ്കിൽ 1 ഡസൻ 12 പേര്. ഇതാണ് 3 സാധ്യത. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ വിവിധ ചാനലുകളുടെ ചാനലുകളുടെയും സർവേ ടീമുകളുടെയും എക്സിറ്റ് പോളുകൾ പുറത്തു വന്നു. അത് വി ഡി സതീശൻ പറഞ്ഞ നമ്പറിലേക്ക് അടുക്കുകയാണ് കാര്യങ്ങൾ. 1 ഡസൻ മന്ത്രിമാർ തോറ്റില്ലെങ്കിലും ഒരു 8-10 മന്ത്രിമാർ തോറ്റു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ടൊന്ന് പിടിച്ചാൽ പ്രധാനമായി തോറ്റുപോകുന്ന മന്ത്രിമാരുടെ ലിസ്റ്റ് എടുക്കുന്നത് കൗതുകകരമായിരിക്കും. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുകയാണെങ്കിൽ നിർബന്ധമായും ശിവൻകുട്ടി തോറ്റുപോകും. ശിവൻകുട്ടിയുടെ പാർലമെൻ്ററി രാഷ്ട്രീയം അതോടുകൂടി അവസാനിക്കുകയും ചെയ്യും. ഇനിയൊരു തെരഞ്ഞെടുപ്പിന് ശിവൻകുട്ടി ഉണ്ടാവില്ല. ജീവിച്ചിരിക്കുന്നില്ല എന്നല്ല, മത്സരിക്കത്തില്ല. CPIയുടെ നെടുമങ്ങാട്ടെ ജി ആർ അനിൽ ജയിക്കാനാണ് സാധ്യതയുള്ളത്. അവിടെ മീനാങ്കൽ കുമാറിന് വലിയ ശക്തിയൊന്നും ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. അനിൽ ജയിക്കാനാണ് സാധ്യത CPIയുടെ. ചിഞ്ചു റാണി ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ചടയമംഗലത്ത് CPIയുടെ. അപ്പോൾ CPIയുടെ 4 പേരും ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 21-ൽ 4 പിണറായി വിജയൻ ജയിക്കും, അപ്പോൾ 5. അപ്പോൾ പിന്നെ 16 പേരുടെ കാര്യം നമ്മൾ നോക്കിയാൽ മതി. രാജൻ ഒല്ലൂരിൽ ജയിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4 CPIക്കാർ ജയിക്കും. പിന്നെ വരുന്നത് ഘടകകക്ഷികളും മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണ് നമുക്ക്. റോഷി അഗസ്റ്റിൻ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ റോഷി അഗസ്റ്റിൻ തോറ്റുപോകും എന്നാണ് കേൾക്കുന്നത്. സിവോ പൗലോസ് അവിടെ വലിയ വോട്ടിൽ ജയിക്കും എന്നാണ് ഇടുക്കിയുടെ ഇപ്പോൾ വരുന്ന ചിത്രം. അപ്പോൾ റോഷി അഗസ്റ്റിൻ തോറ്റുപോകും. വയനാട് നിന്നുള്ള പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിൻ്റെ മന്ത്രി കേളു തോറ്റുപോകുന്ന ലിസ്റ്റിലാണ് ഇപ്പോൾ കേളു കിടക്കുന്നത്. കൃത്യമായി കേളു തോറ്റുപോകും എന്നാണ് കേൾക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള മന്ത്രി വീണ ജോർജ് തോറ്റുപോകാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. അബി വർക്ക് ജയിക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ ജോർജും തോറ്റുപോകും. കൊട്ടാരക്കരയിൽ ബാലഗോപാൽ ജയിക്കുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ബാലഗോപാൽ ആയിരിക്കുമോ ഇനി പ്രതിപക്ഷ നേതാവ് എന്നുള്ളതും, UDF ഭരണത്തിൽ വന്നാൽ ബാലഗോപാലായിരിക്കുമോ പ്രതിപക്ഷ നേതാവ് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കുന്ന ബിന്ദു തോറ്റുപോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു തോറ്റുപോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. രാജീവ്, എറണാകുളം കളമശ്ശേരി മത്സരിക്കുന്ന പി രാജീവ് തോറ്റുപോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്, അത് ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി അബ്ദുൾ റഹ്മാൻ തോറ്റുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. സ്പോർട്സ് വകുപ്പ് മന്ത്രി തോറ്റുപോകാൻ സാധ്യതയാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. വീണ്ടും മന്ത്രിമാരുടെ ലിസ്റ്റിലേക്ക് വീണ്ടും നമുക്ക് തുടരാം. അതായത് അഹമ്മദ് ദേവർകോവിൽ അദ്ദേഹം ഇപ്രാവശ്യം മത്സരിക്കുന്നില്ല. ഗണേഷ് കുമാർ പത്തനാപുരത്ത് വലിയ ടൈറ്റിലാണ് മത്സരിക്കുന്നത്. ചാമക്കാല ജ്യോതികുമാർ ജയിച്ചാലും അത്ഭുതമില്ല. അപ്പോൾ ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. അതേപോലെ സജി ചെറിയാൻ തീർച്ചയായിട്ടും അദ്ദേഹം ജയിക്കുന്ന ഒരു കാൻഡിഡേറ്റായിട്ടാണ് നിൽക്കുന്നത്. സജി ചെറിയാൻ ജയിച്ചാൽ ഇനി സജി ചെറിയാൻ ആയിരിക്കുമോ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ബാലഗോപാൽ ജയിക്കും എന്നാണ് കാണുന്നത്. രാജീവ് തോറ്റുപോകാം, ശിവൻകുട്ടി തോറ്റുപോകാം, വീണ ജോർജ് തോറ്റുപോകാം, കേളു തോറ്റുപോകാം, MP രാജേഷ് തൃത്താലയിൽ തോൽക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വാസവൻ ഏറ്റുമാനൂരിൽ, തൃത്താലയിൽ VT ബലറാമാണ്. VT ബലറാം ജയിക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ മന്ത്രിയാകാനും സാധ്യതയുണ്ട്. ചെറുപ്പക്കാരിൽ ഒരു മന്ത്രി കൊടുക്കുകയാണെങ്കിൽ VT ബലറാമിനും ഒരു സാധ്യതയുണ്ട്. അതേസമയം വാസവൻ ദേവസ്വം ബോർഡ് മന്ത്രി വാസവൻ തോൽക്കാനുള്ള സാധ്യത, തോമസ് ഉണ്ണിയാടനോടൊപ്പം അവിടെ തോൽക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. വാസവൻ ഏറ്റുമാനൂരിൽ തോൽക്കാനുള്ള, ശശീന്ദ്രൻ ജയിക്കുന്ന ഒരു കാൻഡിഡേറ്റായിട്ടാണ് ഇപ്പം കെ ശശീന്ദ്രൻ. പക്ഷേ എന്തിനാണ് ജയിക്കണമെന്നറിയത്തില്ല. വളരെ പ്രായവും ഈ വലിയ ഒരാളാണ്. എന്തിനാണ് അദ്ദേഹം വനം വകുപ്പിലെ ഏറ്റവും പരാജിതനായിട്ടുള്ള വന്യജീവി വകുപ്പിലെയും വലിയ പരാജയപ്പെട്ടൊരു മന്ത്രിയായിരുന്നു. എന്തിനാണ് അദ്ദേഹം ജയിക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൃഷ്ണൻകുട്ടി മത്സരിക്കുന്നില്ല. അവിടെ
സുമേഷ് അച്യുതനായിരിക്കും, കെ അച്യുതൻ, പഴയ അച്യുതൻ്റെ മകനായിട്ടുള്ള സുമേഷ് അച്യുതനായിരിക്കും ജയിക്കുമെന്ന് കേൾക്കുന്നു. അങ്ങനെ എങ്ങനെ നോക്കിയാലും 1 ഡസനിലധികം മന്ത്രിമാർ ഇപ്രാവശ്യം തോറ്റു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോഴും കൈയടിച്ച് നിൽക്കുന്നത് 100% കൈയടിച്ച് നിൽക്കുന്നത് CPI ആണ്. ഇനി ആരെങ്കിലും ഒരാൾ രാജനോ മറ്റോ തോറ്റു പോയാലും അവരൊരു 80% അവരെത്തും, അല്ലെങ്കിൽ 75% അവരുണ്ട്. തീർച്ചയായിട്ടും 4 പേരിൽ 3 പേര് ജയിച്ച 75% ആയല്ലോ. പക്ഷേ ആ 75% പോട്ട് 50% പോലും എത്തിക്കാൻ CPM-ൻ്റെ മന്ത്രിമാർക്കോ ഘടകകക്ഷി മന്ത്രിമാർക്കോ കഴിയില്ല. റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് കഴിയുന്നില്ല എന്നുള്ളതും കേരള രാഷ്ട്രീയത്തിലെ വലിയ ഒരു തിരിച്ചടിയാണ്. അതിനകത്ത് P. രാജീവ് ജയിക്കുകയാണെങ്കിൽ, പ്രതിപക്ഷത്താണെങ്കിൽ P. രാജീവായിരിക്കും പ്രതിപക്ഷ നേതാവ്. ബാലഗോപാൽ ജയിക്കുകയാണെങ്കിൽ ബാലഗോപാൽ പ്രതിപക്ഷ നേതാവാകാം. പിന്നെ അതുപോലെ തന്നെ അവർ രണ്ടുമായില്ലെങ്കിൽ സജി ചെറിയാൻ പ്രതിപക്ഷ നേതാവാകാൻ സാധ്യതയുണ്ട്. പിന്നെ മുഹമ്മദ് റിയാസ് തോറ്റു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് മഞ്ചേരിയിൽ നിന്ന് വളരെ സീനിയറായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് വിളിച്ചത്. അദ്ദേഹം PV അൻവറിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്ന് കിട്ടിയിരിക്കുന്ന വിവരം വെച്ചിട്ട് ബേപ്പൂർ സുൽത്താനായി PV അൻവർ മാറിയാലും അത്ഭുതമില്ല. മുഹമ്മദ് റിയാസ് കടുത്ത മത്സരത്തെയാണ് അവിടെ നേരിടുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ വളരെ വലിയ മത്സരമാണ് മന്ത്രിമാരെല്ലാം നേരിടുന്നത്. നമുക്ക് തീർച്ചയായിട്ടും 4-ാം തീയതി നമ്മുടെ മൊബൈലുകളിലും പിന്നെ കമ്പ്യൂട്ടറുകളിലും ലാപ്ടോപ്പുകളിലും TV-കളിലുമൊക്കെ കാണുമ്പോൾ, ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ പപ്പടം പൊടിയുന്ന പോലെ പടപട മന്ത്രിമാർ തോൽക്കുമോ, 1 ഡസൻ മന്ത്രിമാർ തോൽക്കുമോ, അതോ ഒരു 4 പിണറായി വിജയനും ഈ പറയുന്ന 4 മന്ത്രിമാരും ഒഴിച്ച് 16 മന്ത്രിമാർ തോക്കുമോ എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് 4-ാം തീയതി അറിയാം. 12-ഓ 16-ഓ